1862 മഹാനായ ഫ്രഞ്ച് എഴുത്തുകാരൻ വിക്ടർ ഹ്യൂഗോ എഴുതിയ ലോക പ്രശസ്ത നോവലായ ലേ മിസറബിൾസിന്റെ മലയാളം പരിഭാഷയുടെ പേരാണ് പാവങ്ങൾ. ഈ നോവൽ വെറുമൊരു കഥയല്ല, സമൂഹത്തിന് നേരെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കണ്ണാടിയാണ്. ചെറിയ തെറ്റിന് കഠിനമായി ശിക്ഷിക്കപ്പെട്ട ജീൻ വാൻ ജീൻ എന്ന ഒരു ദരിദ്രനായ മനുഷ്യന്റെ ജീവിതമാണ് ഈ കൃതിയുടെ കാതൽ. സമൂഹം അവനെ കുറ്റവാളിയായി മുദ്രകുത്തുന്നു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നന്മ നിറഞ്ഞ ഒരു മനുഷ്യനായി അവൻ ജീവിതം തുടരുന്നു. തൻ്റെ ഈ സാഹിത്യകൃതിയിലൂടെ വിക്ടർ ഹ്യൂഗോ നമ്മോട് ശക്തമായ ഒരു ചോദ്യം ചോദിക്കുന്നു. ഒരു വ്യക്തിയെ അവൻ്റെ ഭൂതകാലത്താലാണോ അതോ മനുഷ്യത്വത്താലാണോ നിർവചിക്കേണ്ടത്? ദാരിദ്ര്യം, അനീതി, കഷ്ടപ്പാട്, അനുകമ്പ, ക്ഷമ എന്നിവയെക്കുറിച്ച് പാവങ്ങൾ എന്ന കൃതി നമ്മോട് സംസാരിക്കുന്നു. ദയയ്ക്കും കാരുണ്യത്തിനും ജീവിതങ്ങളെ പരിവർത്തനം ചെയ്യാനുള്ള ശക്തിയുണ്ടെങ്കിലും ദരിദ്രർ പലപ്പോഴും കഠിനമായ നിയമങ്ങളാൽ എങ്ങനെ തകർക്കപ്പെടുന്നുവെന്ന് പാവങ്ങൾ എന്ന കൃതി നമുക്ക് കാണിച്ചു തരുന്നു. ദാരിദ്ര്യത്തിന്റെ വലിയ ഭാരം നിശബ്ദമായി വഹിക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും കഷ്ടപ്പാടുകളിലേക്ക് ഇത് ആഴത്തിൽ വെളിച്ചം വീശുന്നു. പോരാടുന്ന അമ്മമാർ, നിഷ്കളങ്കരായ കുട്ടികൾ തുടങ്ങിയ കഥാപാത്രങ്ങളിലൂടെ ദുർബലരെ സമൂഹം എത്ര എളുപ്പത്തിൽ മറക്കുന്നുവെന്ന് ഈ നോവൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു മനുഷ്യന്റെ കാരുണ്യം നിറഞ്ഞ ഒരു ചെറിയ പ്രവൃത്തി ജീൻ വാൻ ജീൻ എന്ന കുറ്റവാളിയുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്നു. ആ നിമിഷം മുതൽ അദ്ദേഹം വെറുപ്പിനു പകരം നന്മയും പ്രതികാരത്തിനു പകരം സേവനവും തിരഞ്ഞെടുക്കുന്നു. ശിക്ഷയ്ക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയാത്തത് സ്നേഹത്തിന് പരിഷ്കരിക്കാൻ കഴിയുമെന്ന് ഈ നോവൽ യാത്രയിലൂടെ വിക്ടർ ഹ്യൂഗോ നമ്മെ പഠിപ്പിക്കുന്നു. അവശർക്കും അശരണർക്കും അവഗണിക്കപ്പെട്ടവർക്കും വേണ്ടി ശബ്ദമുയർത്തുന്ന വിക്ടർ ഹ്യൂഗോ ഒരു സമൂഹത്തെ വിലയിരുത്തുന്നത് അതിൻ്റെ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലല്ല, നേരെ മറിച്ച് അവർ അവിടുത്തെ ഏറ്റവും ദുർബലരായ ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നും പാവങ്ങൾ എന്ന നോവൽ പ്രസക്തമാണ്. കാരണം ദാരിദ്ര്യം ഇപ്പോഴും നിലനിൽക്കുന്നു, അനീതി ഇപ്പോഴും അഴിഞ്ഞാടുന്നു. എന്നാൽ പ്രതീക്ഷയും അങ്ങനെ തന്നെ, കാരുണ്യമുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് പാവങ്ങൾ വെറും സാഹിത്യമല്ല, മാനവികതയ്ക്കുള്ള ഒരു സന്ദേശമാകുന്നത്.